പാടം കത്തണമ്മ മഴല കൊത്തിച്ച് കാപ്പുണ്ടാക്കണമ്മ ഉണ്ടായി കുച്ചാണ്ട് പാടം കത്തണമ്മ വയല കൊത്തിച്ച് കാപ്പുണ്ടാക്കണമ്മ. പ്രഭാഷണം തുടരാണ്ട. ഈ തെരഞ്ഞെടുപ്പ് ചൂടിലും നമ്മളാരും അറിയപ്പെടാതെ പോകുന്ന ഒരു വിഭാഗം തൊഴിലുറപ്പ് ജീവനക്കാരുടെ കൂടെയായിട്ടൊന്ന് ഞാൻ. എല്ലാ സർക്കാരുകൾ വന്നാലും എല്ലാം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഓടി മറഞ്ഞു നടന്നാലും സ്ഥാനാർത്ഥികൾ തലങ്ങും വിലങ്ങും ഓടിയാലും ഇങ്ങനെയുള്ള ഒരു ജനവിഭാഗം ഇവിടെയുണ്ടെന്ന് ആരും മറന്നു പോകരുത്. തൊഴിലാളികളാണ് ഞങ്ങൾ. ഈ തൊഴിൽ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് നിസ്സാര ഈ അഴുക്ക് വാരണതും എന്തഴുക്കെന്ന് വെച്ചൊന്നും പറയാൻ പറ്റില്ല. ഈ പിള്ളേരുടെ പാമ്പേഴ്സും വലിയ ആൾക്കാർ വരെ പൈസ തന്നവരുടെയൊക്കെ തോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാലിന്യങ്ങളും തന്നെ തോട്ടിലേക്ക് മുഖ്യ തോടുകളിലേക്ക് കനാലുകളിലേക്ക് ഒഴിക്കുക. ഇത് ഞങ്ങൾ നേരം ഒരു 9 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 5 മണിക്ക് പോകും. ആ സമയം അവർ ഞങ്ങൾ ഈ അഴുക്ക് കോരുകയാണ് എന്നുള്ളൊരു പരിഗണന ആർക്കും ഇല്ല. ആൾക്കാർ അവർ കയറിയിരിക്കുക, അവർ രാവിലെ ഇറങ്ങിയതേ അവർ കയറിയിരിക്കണം എന്നുള്ളൊരു കണ്ണു കൊണ്ട് നോക്കണ ആൾക്കാരുള്ളൂ. അവർ ഈ അഴുക്ക് വാരി ഇത്രയും 10, 65, 70, 80 വയസ്സായ കാരണന്മാരാണ് ഈ അഴുക്ക് കോരണത്. അവർ ഈ അഴുക്ക് കോരി കഴിഞ്ഞ് അവർ ഇച്ചിരി വിശ്രമിക്കും. അങ്ങനെ ആരും കുറ്റം പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് തൊഴിലുറപ്പിന് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ ഞങ്ങൾക്ക് നല്ല വേതനം തരണം. പിന്നെ ഞങ്ങൾ കുടിവെള്ളം വരെ ഭക്ഷണം വരെ കൊണ്ടുവന്ന് വെച്ച് പണിത് ഞങ്ങൾ പറ്റണേക്കായും ഇവർ ഞങ്ങൾ പണിയുണ്ട്. പിന്നെ അത് അംഗീകരിക്കാനുള്ള ആൾക്കാരില്ലാന്ന് മാത്രമേ. നിങ്ങളെ കുറിച്ച് മുഴുവൻ ആക്ഷേപങ്ങളൊക്കെയാണ് ആക്ഷേപങ്ങളുള്ളൂ ഞങ്ങൾക്ക്. അതെ, അവർ പണിക്കിറങ്ങണം, അവർ അവിടെ നോക്കിയിരിക്കണം, ഇവിടെ നോക്കിയിരിക്കണം, അവിടെ വെള്ളത്തിരിക്കണം പറഞ്ഞുള്ള ആക്ഷേപങ്ങളുള്ളൂ. ഈ അടുത്ത് കോരി വെള്ളത്തിലിപ്പോൾ കാണാമല്ലോ. ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിയിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഞങ്ങൾക്ക് നടുവേദനയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ ഇച്ചിരി ഇരിക്കും വെള്ളത്ത് ജീവിക്കണ്ടേ. ഇത്രയും പ്രായമായവരല്ലേ, ചെറുപ്പക്കാരും ഇതിലേക്ക് ഇറങ്ങൂല. അവർ ഓരോ കമ്പനികളിലൊക്കെ പോകും. അവർക്ക് നിസ്സാര കൂലിയാണെങ്കിൽ അവർക്ക് മാസം തോറും ശമ്പളം കിട്ടും, ബോണസ്, അതുപോലെ തന്നെ ESI ഇതൊക്കെ കിട്ടും. അങ്ങനെയുള്ള ജോലികൾക്ക് ഇപ്പൊ ചെറുപ്പക്കാർ ഇറങ്ങുള്ളൂ. ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഈ വയസ്സ് വന്ന ആളുകൾ മാത്രമേ ഈ പണിക്ക് ഇറങ്ങുള്ളൂ. നിങ്ങൾക്ക് ESI ഒക്കെ തരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് ESI ഒന്നുമില്ല. ഇപ്പൊ 369 രൂപയെ ഞങ്ങൾക്കുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ചിരിയുടെ പിന്നിൽ ഈ കാണുന്ന പാവങ്ങളുടെ ഓരോ വോട്ടും കണ്ണുനീരിന്റെയും കഷ്ടപ്പാടിന്റെയും മാത്രമാണ് കേട്ടോ. ടീം 24 മീഡിയ.